ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അമേരിക്കൻ ഡോളർ എന്ന മഹാശക്തിയുടെ കുത്തക തകർക്കാൻ ഇന്ത്യ സ്വന്തം പെട്രോ റുപ്പി അവതരിപ്പിച്ചിരിക്കുന്നു. ഇത്രയും കാലം ലോകത്തെവിടെയും എണ്ണ വ്യാപാരം നടക്കണമെങ്കിൽ ഡോളർ അത്യാവശ്യമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യ ആ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ റഷ്യയിൽ നിന്നും UAEയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇനി മുതൽ ഇന്ത്യൻ രൂപയിലായിരിക്കും. ഇത് കേവലം ഒരു കച്ചവടമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ ഇന്ത്യയുടെ കരുത്തുറ്റ നിലപാടാണ്. അമേരിക്കയുടെ സാമ്പത്തിക ആധിപത്യത്തിന് മേൽ ഇന്ത്യ തൊടുത്തുവിട്ട ഏറ്റവും വലിയ അസ്ത്രമാണ് ഇത്. ഡോളറിന്റെ അഹങ്കാരം അവസാനിപ്പിക്കാനുള്ള തുടക്കമായി ഇതിനെ കാണാം. വികസ്വര രാജ്യങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച സാമ്പത്തിക അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് ഇത്. ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ അന്തസ്സ് ഈ നീക്കത്തിലൂടെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. പെട്രോ ഡോളർ എന്നത് അമേരിക്കയുടെ സാമ്പത്തിക മേധാവിത്വത്തിന്റെ നട്ടെല്ലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ഈ വ്യവസ്ഥിതിയിലൂടെയാണ് അമേരിക്ക ലോകം മുഴുവനും നിയന്ത്രിച്ചത്. അറബ് രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ കരാറുകൾ പ്രകാരം എണ്ണ വ്യാപാരം ഡോളറിൽ മാത്രം ഒതുങ്ങി നിന്നു. എന്നാൽ ഇന്ത്യ ഇപ്പോൾ ഈ സിസ്റ്റത്തിന് വലിയൊരു വിള്ളൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഇന്ത്യയുടെ പെട്രോ റുപ്പി വരുന്നതോടെ ഡോളറിനുള്ള ആഗോള ഡിമാൻഡ് കുത്തനെ ഇടിയാൻ പോകുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു സാമ്പത്തിക നഷ്ടമല്ല, മറിച്ച് അവരുടെ ആഗോള സ്വാധീനത്തിന് ഏൽക്കുന്ന വലിയൊരു ആഘാതമാണ്. പല രാജ്യങ്ങളും ഇന്ത്യയുടെ ഈ മാതൃക പിന്തുടരാൻ തയ്യാറെടുക്കുകയാണ്. ഡോളർ ഇല്ലാതെയും അന്താരാഷ്ട്ര വ്യാപാരം സാധ്യമാണെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. വാഷിംഗ്ടണിലെ സാമ്പത്തിക വിദഗ്ധർ പോലും ഇന്ത്യയുടെ ഈ ചടുലമായ നീക്കത്തിൽ അമ്പരന്നിരിക്കുകയാണ്. ഇത് ആഗോള വിപണിയിലെ ശക്തി കേന്ദ്രങ്ങളുടെ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നാണ് റീസൈക്ലിംഗ് സ്ട്രാറ്റജി എന്ന വിദ്യ പുറത്തു വന്നത്. നമ്മൾ വിദേശ രാജ്യങ്ങൾക്ക് എണ്ണയുടെ വിലയായി രൂപ നൽകുമ്പോൾ ആ പണം നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു. എന്നാൽ RBI അവിടെ നിർത്തിയില്ല. വിദേശ രാജ്യങ്ങളുടെ കൈവശമുള്ള ആ രൂപ തിരികെ ഇന്ത്യയുടെ തന്നെ സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള വഴികൾ അവർ ഒരുക്കി. വോസ്ട്രോ അക്കൗണ്ടുകൾ വഴി ലഭിക്കുന്ന ഈ രൂപ ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ, ഗവൺമെന്റ് ബോണ്ടുകളിലും നിക്ഷേപിക്കാൻ വിദേശ രാജ്യങ്ങളെ പ്രേരിപ്പിക്കുന്നു. ഇതിലൂടെ ഇന്ത്യക്ക് എണ്ണ ലഭിക്കുന്നു, ഒപ്പം വിദേശ നിക്ഷേപവും തിരികെ എത്തുന്നു. ഇതൊരു അടഞ്ഞ സാമ്പത്തിക ചക്രമാണ്. ഇന്ത്യയുടെ പണം ഇന്ത്യയിൽ തന്നെ കറങ്ങുന്നു എന്ന് ഉറപ്പുവരുത്താൻ RBIക്ക് സാധിച്ചു. ഈ തന്ത്രം ലോകത്തെ മറ്റു കേന്ദ്ര ബാങ്കുകൾക്ക് പോലും മാതൃകയാക്കാവുന്ന ഒന്നാണ്. സാമ്പത്തിക അച്ചടക്കവും തന്ത്രജ്ഞതയും സമന്വയിപ്പിച്ച ഒരു മാസ്റ്റർ പ്ലാൻ ആണിത്. സ്പെഷ്യൽ റുപ്പി വോസ്ട്രോ അക്കൗണ്ടുകൾ എന്നത് ഈ പെട്രോ റുപ്പി സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്. സാധാരണയായി ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ കറൻസി കൈകാര്യം ചെയ്യുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ ഇന്ത്യ വിദേശ ബാങ്കുകൾക്കായി നമ്മുടെ രാജ്യത്ത് പ്രത്യേക അക്കൗണ്ടുകൾ തുറക്കാൻ അനുവാദം നൽകി. ഇതിലൂടെ ഇടപാടുകൾ വേഗത്തിലാവുകയും സുതാര്യമാവുകയും ചെയ്തു. ഏകദേശം 30 രാജ്യങ്ങളിലെ 100ഓളം ബാങ്കുകൾ ഇപ്പോൾ ഇന്ത്യയിൽ ഇത്തരം അക്കൗണ്ടുകൾ തുടങ്ങിക്കഴിഞ്ഞു. രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണത്തിന് ഇത് വലിയ വേഗത നൽകുന്നു. വോസ്ട്രോ അക്കൗണ്ടുകൾ വഴി നടക്കുന്ന ഇടപാടുകൾക്ക് RBIയുടെ നേരിട്ടുള്ള മേൽനോട്ടം ഉള്ളതുകൊണ്ട് തട്ടിപ്പുകൾക്കോ സാങ്കേതിക തടസ്സങ്ങൾക്കോ സാധ്യത കുറവാണ്. ഇത് ഇന്ത്യൻ കറൻസിയിലുള്ള ആഗോള വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. വരും കാലങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഈ സംവിധാനത്തിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. 1970കളിൽ അമേരിക്കയും സൗദി അറേബ്യയും തമ്മിലുണ്ടാക്കിയ ആ രഹസ്യധാരണയാണ് പെട്രോ ഡോളറിന് തുടക്കമിട്ടത്. എണ്ണ വിൽക്കുന്ന പണം അമേരിക്കൻ ബാങ്കുകളിൽ നിക്ഷേപിക്കണമെന്നും എണ്ണയുടെ വില ഡോളറിൽ നിശ്ചയിക്കണമെന്നുമായിരുന്നു വ്യവസ്ഥ. പകരം സൗദിക്ക് സൈനിക സുരക്ഷ അമേരിക്ക ഉറപ്പു നൽകി. അരനൂറ്റാണ്ടോളം ലോകം ഈ നിയമത്തിന് കീഴിലായിരുന്നു. എന്നാൽ ഇന്ത്യ ഇന്ന് ആ ചരിത്രം മാറ്റിമറിക്കുകയാണ്. നമ്മൾ ഒരു രാജ്യത്തിന്റെയും സൈനിക സഹായത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയാണ് സ്വന്തം കറൻസി ഉയർത്തിപ്പിടിക്കുന്നത്. ചരിത്രം വഴിമാറുന്ന ഈ നിമിഷത്തിൽ ഇന്ത്യ ഒരു കാഴ്ചക്കാരനല്ല, മറിച്ച് മാറ്റത്തിന്റെ നായകനാണ്. ദീർഘകാലമായി നിലനിന്നിരുന്ന ഒരു അടിച്ചേൽപ്പിക്കപ്പെട്ട വ്യവസ്ഥിതിയെയാണ് നമ്മൾ ലംഘിച്ചിരിക്കുന്നത്. ഇത് പുതിയൊരു ഏഷ്യൻ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണ്. ഇന്ത്യയുടെ പക്കൽ നിന്ന് എണ്ണക്ക് പകരമായി രൂപ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് ആ പണം എന്തു ചെയ്യും എന്നതായിരുന്നു പ്രധാന വെല്ലുവിളി. എന്നാൽ RBI ഇതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തി. ഈ രൂപ
ഉപയോഗിച്ച് ഇന്ത്യയിലെ സർക്കാർ ബോണ്ടുകളിലും വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലും നിക്ഷേപം നടത്താൻ റഷ്യയും UAEയും പോലുള്ള രാജ്യങ്ങളെ ഇന്ത്യ പ്രേരിപ്പിച്ചു. ഇതിലൂടെ ഇന്ത്യക്ക് എണ്ണ ലഭിക്കുന്നു എന്ന് മാത്രമല്ല, എണ്ണയ്ക്ക് നൽകിയ പണം നിക്ഷേപമായി തിരികെ നമ്മുടെ രാജ്യത്തേക്ക് തന്നെ വരികയും ചെയ്യുന്നു. ഇത് രാജ്യത്തിന്റെ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ കരുത്തു പകരുകയും ചെയ്യുന്നു. വിദേശ രാജ്യങ്ങൾക്ക് അവരുടെ ലാഭം രൂപയിൽ തന്നെ വളർത്താൻ സാധിക്കുന്ന സുരക്ഷിതമായ വിപണിയായി ഇന്ത്യ ഇന്ന് മാറിയിരിക്കുകയാണ്. നമ്മുടെ റോഡുകൾ, റെയിൽവേ, ഊർജ്ജ മേഖല എന്നിവയുടെ വികസനത്തിന് ഈ പണം ഉപയോഗിക്കപ്പെടുന്നു എന്നത് സാധാരണക്കാരന്റെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ലോകം മുഴുവനും ഇന്ന് ഡോളറൈസേഷൻ എന്ന ആശയത്തിന് പിന്നാലെയാണ്. ഇതിൽ ഇന്ത്യ മുന്നിൽ നിന്ന് നയിക്കുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അമേരിക്കയുടെ കറൻസിക്ക് ലഭിക്കുന്ന അമിത പ്രാധാന്യം ലോകരാജ്യങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അമേരിക്ക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമ്പോഴും പല രാജ്യങ്ങളും സാമ്പത്തികമായി തകരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇതിനെ തടയാനാണ് ഇന്ത്യ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താൻ തീരുമാനിച്ചത്. നമ്മൾ വെറുതെ ഡോളറിനെ എതിർക്കുകയല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. വിദേശ നാണ്യ ശേഖരത്തിൽ സ്വർണത്തിന്റെ അളവ് കൂടുകയും ഡോളർ നിക്ഷേപം കുറയ്ക്കുകയും ചെയ്യുന്ന ഇന്ത്യയുടെ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് വരും കാലത്ത് ആഗോള കറൻസി വിപണിയിൽ വലിയൊരു പൊളിച്ചെഴുത്തിന് കാരണമാകും. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളെ ഇന്ത്യ അതിജീവിച്ചത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാണ്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലക്ക് എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചപ്പോൾ അത് ഡോളറിൽ ആയിരിക്കില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു. റഷ്യയുമായുള്ള ഈ ഇടപാടാണ് പെട്രോ റുപ്പി എന്ന ആശയത്തിന് വലിയൊരു അടിത്തറ നൽകിയത്. റഷ്യക്ക് ഇന്ന് വലിയ അളവിൽ ഇന്ത്യൻ രൂപ അവരുടെ പക്കലുണ്ട്. ഈ രൂപ ഉപയോഗിച്ച് ഇന്ത്യയിൽ നിന്ന് പ്രതിരോധ ഉപകരണങ്ങളോ മറ്റു ഉൽപ്പന്നങ്ങളോ വാങ്ങാനും അവർക്ക് സാധിക്കും. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കുന്നു. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ജനതയുടെ നന്മക്കായി എണ്ണവില കുറച്ചു നിലനിർത്താൻ ഈ റുപ്പി ട്രേഡിംഗിലൂടെ ഇന്ത്യക്ക് സാധിച്ചു. ഇത് നയതന്ത്ര രംഗത്ത് ഇന്ത്യയുടെ വലിയൊരു വിജയമാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ട്. എന്നാൽ അവർ തന്നെ വലിയ തോതിൽ റഷ്യൻ ഗ്യാസിനെ ആശ്രയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ പെട്രോ റുപ്പി നീക്കം ഈ ഇരട്ടത്താപ്പിനുള്ള ശക്തമായ മറുപടിയാണ്. നമ്മൾ നമ്മുടെ ഊർജ ആവശ്യങ്ങൾക്കായി ആരെയും ആശ്രയിക്കാൻ തയ്യാറാകില്ലെന്നും വ്യാപാര രീതികൾ നമ്മൾ തന്നെ തീരുമാനിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ പോലും ഇപ്പോൾ ഡോളറിന് പകരമായി യൂറോയെ എണ്ണ വ്യാപാരത്തിൽ കൊണ്ടുവരാൻ ചിന്തിക്കുന്നുണ്ട്. ഇന്ത്യ തുടങ്ങിവെച്ച ഈ വിപ്ലവം മറ്റു വൻശക്തികളെ പോലും ഇരുത്തി ചിന്തിപ്പിക്കുന്നു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ കേൾക്കാൻ ഈ സാമ്പത്തിക സ്വയം പര്യാപ്തത സഹായിക്കുന്നു. ഇന്ത്യ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഊർജ ഉപഭോക്താക്കളിൽ ഒന്നാണ്. പ്രതിദിനം ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത്. ഇത്രയും വലിയൊരു വിപണി ഡോളറിൽ നിന്ന് മാറുമ്പോൾ അത് ആഗോള ഡിമാൻഡ്സിൽ വലിയ ഇടിവുണ്ടാക്കും. ഇന്ത്യയുടെ ഈ വലിപ്പം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിലപേശൽ ശക്തി. നൈജീരിയ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങളുമായും സമാനമായ രീതിയിൽ രൂപയിൽ വ്യാപാരം നടത്താൻ ഇന്ത്യ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഇറക്കുമതിക്കായി നമ്മൾ ചെലവാക്കുന്ന ഭീമമായ തുക ഇനി മുതൽ നമ്മുടെ കറൻസിയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇത് രൂപയുടെ വിനിമയ നിരക്ക് കൂടുതൽ സ്ഥിരതയുള്ളതാക്കാൻ സഹായിക്കും. സാധാരണക്കാർക്ക് പെട്രോൾ, ഡീസൽ വിലയിൽ ഭാവിയിൽ ആശ്വാസം ലഭിക്കാൻ ഈ നീക്കം കാരണമായേക്കാം. ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ത്യ, ചൈന, റഷ്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവരടങ്ങുന്ന ബ്രിക്സ് സഖ്യം പുതിയൊരു ലോകക്രമത്തിനായി പരിശ്രമിക്കുകയാണ്. ഇതിൽ പെട്രോ റുപ്പി എന്ന ഇന്ത്യയുടെ പരീക്ഷണം വലിയ പ്രാധാന്യം അർഹിക്കുന്നു. ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്താനുള്ള ധാരണ ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് ഡോളറിന് പകരമായി ഒരു പുതിയ റിസർവ് കറൻസി എന്ന സ്വപ്നത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നു. ഇന്ത്യയുടെ പേയ്മെന്റ് സിസ്റ്റമായ UPI ഇപ്പോൾ പല വിദേശ രാജ്യങ്ങളിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. പെട്രോ റുപ്പിയും UPIയും ചേരുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സാങ്കേതിക വിദ്യ ലോകത്തെ കീഴടക്കും. ഇത് വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും പാശ്ചാത്യ മേധാവിത്വത്തെ ചോദ്യം
ചെയ്യുകയും ചെയ്യും. ഇന്ത്യയുടെ മറ്റൊരു തന്ത്രപരമായ നീക്കമായിരുന്നു അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ വൻതോതിൽ വിറ്റഴിക്കുക എന്നത്. ഇത്രയും കാലം നമ്മുടെ വിദേശ നാണയ ശേഖരത്തിന്റെ വലിയൊരു ഭാഗം അമേരിക്കൻ കടപ്പത്രങ്ങളായിരുന്നു. എന്നാൽ അത് സുരക്ഷിതമല്ലെന്ന് കണ്ടപ്പോൾ ഇന്ത്യ ആ പണം പിൻവലിച്ച് സ്വർണത്തിലേക്ക് മാറ്റി. ഈ ഘട്ടത്തിലാണ് പെട്രോൾ റുപ്പി അവതരിപ്പിക്കപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ്. ഇതിലൂടെ ഡോളറിനോടുള്ള ആശ്രയത്വം എല്ലാ തലത്തിലും കുറയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയൊരു ചലനം ഉണ്ടായാൽ പോലും ഇന്ത്യയെ അത് ബാധിക്കാത്ത തരത്തിലുള്ള ഒരു കവചമാണ് നമ്മൾ തീർക്കുന്നത്. ഇത് രാജ്യത്തെ സാമ്പത്തിക വിദഗ്ധരുടെ ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണ്. പെട്രോൾ റുപ്പി ഇടപാടുകൾ കൂടുതൽ വേഗത്തിലാക്കാൻ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി CBDC അല്ലെങ്കിൽ ഈ രൂപ സഹായിക്കുന്നുണ്ട്. പേപ്പർ കറൻസിക്ക് പകരം ഡിജിറ്റൽ രൂപയിൽ ഇടപാടുകൾ നടക്കുമ്പോൾ അത് കൂടുതൽ സുരക്ഷിതത്വവും സുതാര്യവും ആകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ തുകകൾ കൈമാറാൻ നിലവിലുള്ള സ്വിഫ്റ്റ് സംവിധാനത്തിന് പകരമായി ഇന്ത്യയുടെ സ്വന്തം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഇടപാട് ചെലവുകൾ കുറയ്ക്കുകയും സമയം ലാഭിക്കുകയും ചെയ്യുന്നു. പെട്രോൾ റുപ്പിയും ഡിജിറ്റൽ രൂപയും ഒന്നിക്കുമ്പോൾ ഇന്ത്യ ലോകത്തെ ഏറ്റവും ആധുനിക സാമ്പത്തിക വ്യവസ്ഥയായി മാറും. സാങ്കേതിക വിദ്യയെ സാമ്പത്തിക നീക്കങ്ങളുമായി സമന്വയിപ്പിക്കുന്നതിൽ ഇന്ത്യ കൈവരിച്ച നേട്ടം സമാനതകൾ ഇല്ലാത്തതാണ്. വിദേശ രാജ്യങ്ങൾ രൂപ നിക്ഷേപമായി തിരികെ നൽകുന്നത് ഇന്ത്യയുടെ ഗതി മാറ്റും. ഉദാഹരണത്തിന് UAE ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. പെട്രോൾ റുപ്പി വഴി അവർക്ക് ലഭിക്കുന്ന ലാഭം നേരിട്ട് ഇത്തരം പദ്ധതികളിലേക്ക് മാറ്റാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിൽ വലിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഹൈവേകൾ, സ്മാർട്ട് സിറ്റികൾ, തുറമുഖങ്ങൾ എന്നിവയുടെ വികസനത്തിന് വിദേശ നിക്ഷേപം അനിവാര്യമാണ്. ഡോളറിനായി കാത്തു നിൽക്കാതെ രൂപയിൽ തന്നെ ഈ നിക്ഷേപങ്ങൾ വരുന്നത് രാജ്യത്തിന്റെ വികസന വേഗത വർദ്ധിപ്പിക്കും. ഇത് ഒരു സ്വയം പര്യാപ്ത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പാണ്. ഇത്രയും വലിയൊരു മാറ്റം കൊണ്ടുവരുമ്പോൾ അത് പല തടസ്സങ്ങളും നേരിടേണ്ടി വരും. അമേരിക്കയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ കറൻസിക്ക് ഭീഷണിയാകുന്ന നീക്കങ്ങളെ നേരിടാൻ പല തന്ത്രങ്ങളും പയറ്റും. സാമ്പത്തിക ഉപരോധങ്ങളോ നയതന്ത്ര സമ്മർദ്ദങ്ങളോ ഉണ്ടായേക്കാം. കൂടാതെ രൂപയുടെ മൂല്യത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയെ എങ്ങനെ ബാധിക്കും എന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് രൂപയിലുള്ള വിശ്വാസം എക്കാലവും നിലനിർത്തുക എന്നത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ്. ഈ വെല്ലുവിളികളെല്ലാം മറികടക്കാൻ കൃത്യമായ പ്ലാനിംഗ് RBIയും കേന്ദ്ര സർക്കാരും തയ്യാറാക്കിയിട്ടുമുണ്ട്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള ഇന്ത്യയുടെ കരുത്ത് നമ്മൾ ഇതിനോടകം തന്നെ തെളിയിച്ചതാണ്. ഇന്ത്യയുടെ ഈ സാമ്പത്തിക മുന്നേറ്റത്തെക്കുറിച്ച് ഒരു പൗരൻ എന്ന നിലയിൽ നിങ്ങൾക്കും ചില കാര്യങ്ങൾ പറയാൻ ഉണ്ടാകുമല്ലോ. ഡോളർ തകരുന്നത് ഇന്ത്യക്ക് ഗുണകരമാണോ? രൂപയുടെ അന്താരാഷ്ട്രവൽക്കരണം സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ എഴുതുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി മറ്റു പല ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ മറക്കരുതേ.